നമസ്തേ. സെപ്റ്റംബർ 17 വിശ്വകർമ്മ ദിനം പൊതു അവധിയാക്കണമെന്ന ആവശ്യം വിശ്വകർമ്മ സംഘടനകൾ ഏറെ നാളായി ആവശ്യപ്പെട്ടു വരുന്നതാണ്. കഴിഞ്ഞ UDF സർക്കാർ ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് നിയന്ത്രിത അവധിയാക്കി പ്രഖ്യാപിച്ചെങ്കിലും പൂർണ്ണ അവധിയാക്കണമെന്ന ആവശ്യം ഇപ്പോഴും പാലിക്കപ്പെട്ടിട്ടില്ല. ഇപ്പോൾ പുതിയ UDF സർക്കാർ ശ്രീ VD സതീശൻ്റെ നേതൃത്വത്തിൽ വന്ന സർക്കാരിന് മുന്നിലും ഇതേ ആവശ്യവുമായി വിവിധ സംഘടനകളൊക്കെ മുന്നോട്ട് പോയിരിക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ വിശ്വകർമ്മജരെക്കുറിച്ച് പൊതുസമൂഹത്തിനും എന്തിനേറെ വിശ്വകർമ്മജരിലെ തന്നെ പുതുതലമുറയ്ക്കും കൃത്യമായ ധാരണ ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. ഈ അവധി എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഉദാഹരണത്തിന് ശ്രീ അയ്യങ്കാളി ജയന്തി, NSSൻ്റെ മന്നത്ത് പത്മനാഭൻ ആചാര്യ ജയന്തി, ശ്രീനാരായണ ഗുരുവിൻ്റെ ജയന്തി, ഇതൊക്കെ അവധിയായി ആചരിക്കുന്നത് ആ മഹത് വ്യക്തിത്വങ്ങൾ സമൂഹത്തിന് നൽകിയ സംഭാവനകളെക്കുറിച്ച് സ്മരിക്കുന്നതിനും അവരെ ആദരിക്കുന്നതിനും വേണ്ടിയാണ്. വിശ്വകർമ്മ സമൂഹം പുരാതന കാലം മുതൽ തന്നെ മനുഷ്യരാശിക്ക് ആവശ്യമായ നിർമ്മിതികളൊക്കെ ചെയ്തു വന്നവരാണ്. പക്ഷേ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു പാരമ്പര്യമുണ്ടെങ്കിലും ഏറ്റവും മഹത്തരമായ സംഭാവനകൾ മനുഷ്യരാശിക്ക് നൽകിയവരെങ്കിലും വിശ്വകർമ്മ സമൂഹം അവർ അർഹിക്കുന്ന വിധത്തിലൊരു രേഖപ്പെടുത്തൽ സർക്കാർ തലത്തിലോ ചരിത്ര ഗ്രന്ഥങ്ങളിലോ ലഭ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ഈ സമൂഹത്തെ അടയാളപ്പെടുത്തുന്നതിനോ ഈ സമൂഹത്തിൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നതിനോ അവർക്കാവശ്യമായ ആനുകൂല്യങ്ങളും അവർക്കാവശ്യമായ വിഭവ സമാഹരണവും നൽകുന്നതിന് സർക്കാരുകൾക്കൊന്നും തന്നെ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ഇന്ന് അവർ ഏറെക്കുറെ പാർശ്വവൽക്കരിക്കപ്പെട്ടു പോവുകയും അവരെന്താണോ ചെയ്തു വന്നത് ആ തൊഴിലിൽ നിന്നൊക്കെ അവർ ഏറെ അകന്നു പോയിട്ടുമുണ്ട്. ആരാണ് വിശ്വകർമ്മജർ? ആ ഒരു ഡെഫിനിഷനിൽ നിന്ന് തന്നെ തുടങ്ങാം. അത് ഇപ്രകാരമായിരിക്കും അവരെക്കുറിച്ച് പറയേണ്ടി വരിക. പുരാതന കാലം മുതൽ ശാസ്ത്ര സാങ്കേതിക വിഷയങ്ങളെ കൈകാര്യം ചെയ്ത് മനുഷ്യരാശിക്ക് ആവശ്യമായ സകലവിധ നിർമ്മിതികളും രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ചവരാണ് വിശ്വകർമ്മജർ. ആ രൂപകൽപ്പന എന്നത് വളരെ ശ്രദ്ധേയമാണ്. കാരണം ഇവർ സാധാരണ തൊഴിലാളികൾ മാത്രമല്ല, അല്ലെങ്കിൽ ഒരു തൊഴിൽ സമൂഹം എന്നതിനേക്കാൾ ഇവരെ അടയാളപ്പെടുത്തേണ്ടത് പരമ്പരാഗത സാങ്കേതിക വിദഗ്ധർ എന്നാണ്. യഥാർത്ഥത്തിൽ ഇവർ ട്രഡീഷണൽ ആർക്കിടെക്ട്സും ഡിസൈനേഴ്സും ബിൽഡേഴ്സുമാണ്. ഞാൻ ആ ഡെഫിനിഷനിൽ പറഞ്ഞത് മനുഷ്യരാശിക്ക് ആവശ്യമായ സകല നിർമ്മിതികൾ എന്ന് പറയുമ്പോൾ അതിൽ ഈ ക്ഷേത്രങ്ങൾ മുതൽ രാജകൊട്ടാരങ്ങൾ, നഗരങ്ങൾ ഒക്കെ രൂപകൽപ്പന ചെയ്ത ആർക്കിടെക്ടന്മാരും അത് നിർമ്മിച്ച എൻജിനീയേഴ്സുമായിരുന്നു ഇവർ. ആയുധങ്ങൾ നിർമ്മിച്ച മെക്കാനിക്കൽ എൻജിനീയേഴ്സ് ആയിരുന്നു. വാഹനങ്ങൾ രാജാക്കന്മാർക്കും ഈ സാധന സാമഗ്രികൾ കൊണ്ടുപോകുന്നതിനുമുള്ള വാഹനങ്ങൾ നിർമ്മിച്ചിരുന്നു ഇവർ. അതുകൂടാതെ ഈ വീട്ടിലേക്ക് ആവശ്യം മനുഷ്യൻ്റെ നിത്യോപയോഗ സാധനങ്ങൾ, പാത്രങ്ങൾ, ഫർണിച്ചറുകൾ, അവന് കിടക്കുന്നതിനുള്ള കട്ടിലുകൾ തുടങ്ങി സകലവിധ നിർമ്മിതികൾ നിർമ്മിച്ചു അവർ. ആഭരണങ്ങൾ നിർമ്മിച്ച ക്രാഫ്റ്റ്സ്മാൻ ആയിരുന്നു. അതുകൂടാതെ കരകൗശല വസ്തുക്കൾ നിർമ്മിച്ചു തുടങ്ങി വിവിധ മേഖലകളിൽ ഇവർ പ്രാവീണ്യം തെളിയിച്ചവരാണ്. പ്രധാനമായും 5 ബ്രാഞ്ച് ഓഫ് ട്രേഡ്സിൽ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ട്രേഡ്സിലാണ് അവർ പ്രധാനമായും ജോലി ചെയ്തു വന്നത്. ആ ട്രേഡുകളുടെ പേരിലാണ് ഈ 5 വിഭാഗം വിശ്വകർമ്മജരും അറിയപ്പെടുന്നത് തന്നെ. അത് ഇങ്ങനെയാണ്. അതിനൊരു സീക്വൻസ് ഉണ്ട്. അത് ഇരുമ്പ് പണി ചെയ്യുന്ന ബ്ലാക്ക് സ്മിത്ത്സ്, മരപ്പണി ചെയ്യുന്ന കാർപ്പൻട്രി വിഭാഗം, വാർക്കപ്പണി അഥവാ മെറ്റൽ കാസ്റ്റിംഗ് ചെയ്യുന്ന ബ്രോൺസ് സ്മിത്ത്, കൽപ്പണി അഥവാ ശില്പവേലകൾ ചെയ്യുന്ന സ്റ്റോൺ സ്മിത്ത്, 5ാമത്തത് ഗോൾഡ് സ്മിത്ത്. അങ്ങനെ ഒരു പെൻറ്റാഡിക് ട്രഡീഷൻ പൗരാണിക കാലം മുതൽ തന്നെ ഇവർ കണ്ടുവരുന്നുണ്ട്. ഈ 5 വിഭാഗം തൊഴിൽ ചെയ്യുന്ന ഈ സമൂഹം ഇവരെ കൂടുതലും ഈ ഒരു തെക്കേ ഇന്ത്യയിലാണ് ഈ 5 വിഭാഗങ്ങളായി ഇവരെ അടയാളപ്പെടുത്താൻ സാധിക്കുക. തമിഴ്നാട്, കേരള, ആന്ധ്ര, കർണാടക. വടക്കേ ഇന്ത്യയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവർ ഈ വ്യത്യസ്തങ്ങളായ ട്രേഡുകളുടെ പേരിലും മാത്രമല്ല വളരെ കൂടെ വൈവിധ്യമാണ് ഇവരുടെ ആ ഒരു തൊഴിൽ മേഖലകൾ. അവിടെ കൂടുതൽ തൊഴിൽ ചെയ്യുന്നവരെല്ലാം മറ്റു വിഭാഗം തൊഴിൽ ചെയ്യുന്നവരും വിശ്വകർമ്മജർ എന്നുള്ള വലിയ ബ്രാക്കറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ വിശ്വകർമ്മ യോജന നടപ്പാക്കിയപ്പോൾ ഈ 5 വിഭാഗത്തെ കൂടാതെ വിവിധ ഈ മൺപാത്ര നിർമ്മാണം,
ഒക്കെ ചെയ്യുന്ന അവരെല്ലാം ഉൾപ്പെടുത്തി 18 വിഭാഗങ്ങളെ കൊണ്ടുവന്ന് വിശ്വകർമ്മ യോജന, പ്രധാനമായും ഈ 5 വിഭാഗങ്ങളുടെയാണ് വിശ്വകർമ്മ വിഭാഗം എന്നറിയപ്പെടുന്നത്. പൊതുവായി തൊഴിൽ ചെയ്യുന്നവരെല്ലാം ആ ബ്രാക്കറ്റിലേക്ക് കൊണ്ടുവന്നു എന്ന് മാത്രം. ഇവർക്ക് സ്വന്തമായി ഒരു വേദസംഹിതയുണ്ട്. വിശ്വകർമ്മജർക്ക് വേദസംഹിത സ്വന്തമായുണ്ട്. ആ വേദസംഹിതകളുടെ അടിസ്ഥാനത്തിലാണ്, അതിൽ നിന്നുള്ള അറിവുകൾ ഉൾക്കൊണ്ടാണ് ഇവരുടെ നിർമ്മിതികളെല്ലാം ചെയ്തു വന്നത് എന്ന് കാണാൻ കഴിയും. ആ വേദസംഹിതയെ ഈ ചതുർവേദ, ഇപ്പം വേദങ്ങളെക്കുറിച്ച് പൊതുവായി പറയുമ്പോൾ നമ്മുടെ അക്കാഡമിക് രംഗങ്ങളിൽ പോലും വേദങ്ങളെക്കുറിച്ച് പറയുമ്പോൾ 4 വേദങ്ങൾ എന്നാണ് പൊതുവിൽ പറയുന്നത്: ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. എന്നാൽ വിശ്വകർമ്മജരുടെ വേദചരിത്രം ഈ പറയുന്ന 4 വേദ കാലഘട്ടത്തിൽ നിന്നും വളരെ പൗരാണികമാണ്. ആ പൗരാണികമെന്ന് പറയുമ്പോൾ അതേക്കുറിച്ച് ഏറ്റവും മികച്ച സൂചന നൽകിയത് തന്നെ വേദവ്യാസനാണ്. അദ്ദേഹം മഹാഭാരതത്തിൽ പറഞ്ഞത് ഏക ഏവ പുരാവേദ പ്രണവം സർവവാങ്മയ എന്നതാണ്. അതായത് അതിപുരാതന കാലം മുതൽ നിലനിന്നു വന്നത്, അതായത് ദീർഘമായ ചരിത്രത്തിൽ കണ്ടുവന്നതും ഏകമായതുമായ വേദം പ്രണവമാണ് എന്നാണ് വേദവ്യാസൻ പറഞ്ഞത്. ആ കാലഘട്ടത്തെക്കുറിച്ച് ശ്രീ ഡോക്ടർ വി ഗണപതി സപതി, മദ്രാസിലെ ഡോക്ടർ വി ആർക്കിടെക്റ്റായിരുന്ന, ടെമ്പിൾ ആർക്കിടെക്റ്റായിരുന്ന ശ്രീ വി ഗണപതി സപതി ആണ് ഈ പ്രണവവേദത്തെക്കുറിച്ച് ആധുനിക കാലത്തിന് പരിചയപ്പെടുത്തിയത്. അദ്ദേഹം പറഞ്ഞത് ഈ ചതുർവേദ കാലഘട്ടം ഒരു 3000 വർഷത്തിന് മുമ്പാണ് പറയപ്പെടുന്നതെങ്കിൽ അതിൽ നിന്നും വീണ്ടും ആയിരക്കണക്കിന് വർഷം പിന്നിലേക്ക് പോയാൽ മാത്രമേ വിശ്വകർമ്മജരുടെ വേദ അടിത്തറയിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആ കാലപ്പഴക്കം കൊണ്ട് തന്നെയാണ് വിശ്വകർമ്മജരെക്കുറിച്ച്, അവരുടെ യഥാർത്ഥ ചരിത്രത്തെക്കുറിച്ചും അവരുടെ ബേസിനെക്കുറിച്ചും ആധുനിക ലോകത്തിന് കൃത്യമായ ഒരു ധാരണ ഉണ്ടാകാതെ പോയതും. വിശ്വകർമ്മജർക്ക് മാത്രമേ കൃത്യമായ ധാരണ ഉണ്ടാവുകയുള്ളൂ എന്ന് പറയുന്നതാകും ശരി. അതിൻ്റെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഈ അജന്ത എല്ലോറ കേവ്സിൻ്റെ നിർമ്മാണത്തെക്കുറിച്ച് പറയുമ്പോൾ ഇന്നത്തെ ആധുനിക അക്കാഡമിഷ്യൻസും ഹിസ്റ്റോറിയൻസും ഒക്കെ പറയുന്നത് അത് മനുഷ്യർ തന്നെയാണോ നിർമ്മിച്ചത് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതായത് അത്രത്തോളം സങ്കീർണമായ ഒരു നിർമ്മാണ ശൈലി മനുഷ്യനാൽ സാധ്യമാണോ? അതേ സംശയം തന്നെയാണ് വിശ്വകർമ്മജരുടെ ചരിത്രത്തെക്കുറിച്ച് മറ്റുള്ളവർക്കുണ്ടാകുക. വിശ്വകർമ്മജരെക്കുറിച്ച് ആദ്യവും അവസാനവും പഠിക്കാൻ വിശ്വകർമ്മജന് പോലും ഇന്നും പൂർണ്ണമായി സാധിക്കുന്നില്ല എന്നതാണ് വാസ്തവം. അത് ആ കാലപ്പഴക്കം കൊണ്ടാണ്, അവരുടെ ചരിത്രത്തിൻ്റെ കാലപ്പഴക്കം കൊണ്ടാണ്. ഈ കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് ഈ കന്യാകുമാരിക്ക് സമീപമുണ്ടായിരുന്ന ആ ജംബുദ്വീപ്, ആ ജൈജാൻറ്റിക് കോണ്ടിനെൻറ്റിൻ്റെ ഭാഗമായിരുന്ന ജംബുദ്വീപ്, ഭാരതവർഷ എന്നൊക്കെ പറയുന്ന ആ പ്രദേശത്ത് ഉത്ഭവിച്ചതും ബ്രഹ്മഋഷി മയൻ ഈ വിശ്വകർമ്മ വിഭാഗത്തിന് ഉപദേശിച്ച് നൽകിയതാണ് പ്രണവവേദം എന്നും പറയപ്പെടുന്നു. വീണ്ടും ഈ പ്രണവവേദത്തെക്കുറിച്ച് അടുത്ത കാലത്തൊക്കെ ചർച്ചകളൊക്കെ വന്നപ്പോൾ ആദ്യമൊക്കെ പറഞ്ഞു കേട്ടത് ഈ ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം എന്നീ 4 വേദത്തെ കൂടാതെ വീണ്ടും ഒരു വേദം ഉണ്ട് എന്നും അത് 5ാമത്തെ വേദമാണെന്നും ഒക്കെ ആണ് പറഞ്ഞു വന്നത്. യഥാർത്ഥത്തിൽ പ്രണവവേദം ഈ 4 വേദങ്ങളുടെ കാലഘട്ടത്തിൽ വളരെ പഴക്കം ചെന്നതും അത് പരിപൂർണമായും ടെക്നിക്കൽ ഡോക്യുമെൻ്റ് ആണ് എന്നതുമാണ്. അതായത് ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് സ്പിരിച്വൽ അലോൺ. അത് സ്പിരിച്വൽ മാത്രമല്ല, അല്ലെങ്കിൽ സ്പിരിച്വൽ കണ്ടന്റ് എന്നതിനേക്കാൾ ഉപരി അത് സയൻറ്റിഫിക് ആണ്, അത് ടെക്നോളജിക്കലാണ്. ആ പ്രണവവേദത്തിന് 4 ഉപവേദങ്ങൾ: ശബ്ദവേദം, നാട്യവേദം, ഗാന്ധർവവേദം, സ്ഥാപത്യവേദം. ഈ 4 വേദങ്ങളുടെയും എസൻസ് ഉൾക്കൊണ്ട പ്രണവവേദം. അതാണ് ആ 5 വേദ സംഹിതകൾ. ഈ 5 വേദങ്ങളാണ് വിശ്വകർമ്മദേവന്റെ 5 മുഖങ്ങളായി റെപ്രസെന്റ് ചെയ്യുന്നത്. ഈ 5 വേദങ്ങൾക്കും 5 അധികാരികൾ, അല്ലെങ്കിൽ ഋഷി പരമ്പരകൾ, പഞ്ചഋഷി പരമ്പരയിൽപ്പെട്ട 5 പേരാണ് ഈ 5 വേദങ്ങളെയും കൈകാര്യം ചെയ്ത് അവരുടെ പിൻതലമുറക്കാരായ വിശ്വകർമ്മജർക്ക് നൽകിയത് എന്നും പറയപ്പെടുന്നു. ഇനി വിശ്വകർമ്മദേവനാണ് ഈ ലോകത്തെ സൃഷ്ടിച്ചത് എന്നാണ് പൊതുവിൽ പറയുന്നത്. അതിൻ്റെ അർത്ഥം വിശ്വകർമ്മദേവൻ ഹാമറും ചെസിലും എടുത്ത് ഇതൊക്കെ കൊത്തി ഉണ്ടാക്കിയ ശില്പിയാണ് എന്നർത്ഥമില്ല. ഇറ്റ് ഇസ് സെഡ് വിശ്വകർമ്മദേവ ഹിംസെൽഫ് ഈസ് ടേക്കിംഗ് ദി ഫോം ഓഫ് യൂണിവേഴ്സ്. ആ വിശ്വകർമ്മദേവൻ തന്നെയാണ്
ഈ പ്രപഞ്ചമായി രൂപമെടുത്ത് നിൽക്കുന്നത്. അതെങ്ങനെ? 5 പഞ്ചഭൂതങ്ങളാണ്. ആകാശം എന്ന എനർജി, അതിൽ നിന്നും വായു, അഗ്നി, ജലം, ഭൂമി. ഈ 5 പഞ്ചവേദങ്ങളിൽ കൂടി വിശ്വകർമ്മദേവൻ പ്രപഞ്ചമായി നിലനിൽക്കുന്നു എന്നാണ് സാരം. ഈ 5 പഞ്ചഭൂതങ്ങളെ മാനേജ് ചെയ്യുന്നതിനാണ് പഞ്ചഋഷി ഗോത്രം. ആ പഞ്ചഋഷി ഗോത്രത്തിലെ മനു, മയ, ത്വഷ്ട, ശില്പി, വിശ്വജ്ഞ എന്നീ പഞ്ചഋഷികളുടെ പരമ്പരകളാണ് ഞാൻ നേരത്തെ പറഞ്ഞ 5 വിഭാഗം തൊഴിൽ ചെയ്യുന്ന വിശ്വകർമ്മജർ. എങ്ങനെയാണോ ആകാശം എന്ന എനർജിയിൽ നിന്ന്, ഈ ആകാശം സ്പേസ് വന്നിട്ട് ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഫിൽഡ് വിത്ത് എനർജി എന്ന് വാസ്തുശാസ്ത്രം പറയുന്നു. ഈ വിശ്വകർമ്മജരുടെ വേദത്തെ പൊതുവെ വാസ്തുവേദം എന്ന് പറയാറുണ്ട് കേട്ടോ. വാസ്തു വൈജ്ഞാനികർ എന്നാണ് രാജപരമ്പരകളുടെ കാലത്ത് വിശ്വകർമ്മജർ അറിയപ്പെട്ടിരുന്നത്. ഈ വാസ്തുവേദികൾ എന്ന് പറയാം, വാസ്തു വൈജ്ഞാനികർ അല്ലെങ്കിൽ വാസ്തുവേദികൾ, ഇവർക്ക് സ്വന്തമായി സയൻറ്റിഫിക് ടെക്സ്റ്റ് ബുക്സ്, പ്രിന്റഡ് ടെക്സ്റ്റ് അല്ല, ഐ മീൻ അവരുടെ സംഹിതകൾ, 12 സംഹിതകൾ ബ്രഹ്മർഷി മയൻ, ഈ മനു, മയ, ത്വഷ്ട, ശില്പി, വിശ്വജ്ഞര്, ഈ മയാചാര്യനാണ് ഇവർക്ക് ഈ സയൻറ്റിഫിക് ടെക്സ്റ്റ് പറഞ്ഞു കൊടുത്തത് എന്ന് പറയുന്നു. അതിൽ ഈ മയൻ പറഞ്ഞ് 12 ടെക്സ്റ്റ് ബുക്കിലാണ് ചെർനൂലുകൾ എന്ന് പറയും. നൂലെന്ന് പറഞ്ഞാൽ ഈ തമിഴ് വാക്കാണ്. അതിൽ ശില്പ ചെർനൂൽ മുതൽ മൂലികൈ ചെർനൂൽ, അതായത് മരുന്ന്, ട്രീറ്റ്മെൻറ്റ്, മെഡിക്കൽ സയൻസിനെ കുറിച്ച്, അതുപോലെ യാനങ്ങൾ ഉണ്ടാക്കുന്ന ഷിപ്പുകൾ ഉണ്ടാക്കുന്നതിനെ കുറിച്ചും, പിന്നെ സ്പേസ് ക്രാഫ്റ്റുകൾ ഉണ്ടാക്കുന്നതിനെ കുറിച്ചുമൊക്കെ ഉള്ള ചെർനൂലുകൾ ഈ വിശ്വകർമ്മദേവൻ്റെ അല്ലെങ്കിൽ മയ ഋഷിയുടെ കൽപ്പനകളിൽ വിശ്വകർമ്മജർക്ക് ലഭിച്ചതാണ്. ഇനി ഈ രാമായണത്തിലെ പുഷ്പക വിമാനത്തെക്കുറിച്ച് പറയുന്നുവെന്ന് പറയുമ്പോൾ ഇന്ന് ആധുനിക വെസ്റ്റേൺ വേൾഡ് വന്നിട്ട് അതിനെ ആക്ഷേപിക്കുമല്ലോ. പക്ഷേ ഒന്ന് ആലോചിക്കേണ്ടത്, ആ കാലഘട്ടത്തിൽ തന്നെ ഒരു സ്പേസ് ക്രാഫ്റ്റിനെ കുറിച്ച് അവർക്ക് ചിന്തിക്കാൻ പറ്റിയിരുന്നുവെങ്കിൽ അതിനെക്കുറിച്ചുള്ള ധാരണ അവർക്ക് അതിനു മുമ്പുണ്ടായിരുന്നു എന്ന് തന്നെയല്ലേ അർത്ഥം. അപ്പോൾ ഇതൊക്കെ ഭാരതത്തിന് ഇത്തരം ശാസ്ത്ര സംഹിതകളൊക്കെ സ്വന്തമായുണ്ട്. ഈ പറയുന്ന മെഡിസിൻ, ഈ ടെക്നോളജി, സയൻസ്, ഇതൊക്കെ ലോകത്തിന് നൽകിയ ഒരു പരമ്പരയാണ് വിശ്വകർമ്മ സമൂഹം. അതൊരു കാസ്റ്റ് അല്ല, ഇറ്റ്സ് നോട്ട് എ ജാതി ഓർ കാസ്റ്റ്. ഇറ്റ് ഈസ് ദി ഓൾഡസ്റ്റ് ട്രൈബ്. ദേ എക്സിസ്റ്റ് ഇൻ ഡിഫറെൻറ്റ് ഫോംസ് ഇൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദി വേൾഡ്. യൂറോപ്പിലും ഈ പറയുന്ന കാറുകളൊക്കെ ഉണ്ടാക്കിയവരൊക്കെ സ്മിത്തും ഒക്കെയാണ്. അവരും ഈ വിശ്വകർമ്മത്തിൻ്റെ പാശ്ചാത്യ ഫോം എന്ന് തന്നെ നമുക്ക് പറയാം. ദേ ആർ സെലിബ്രേറ്റഡ്. അതാണ് ആ വ്യത്യാസം. അവിടെ എൻജിനീയറിങ് ചെയ്തു വന്ന ആ സ്മിത്തുമാർ, അവരൊക്കെ ദേ ആർ ട്രീറ്റഡ് ലൈക്ക്, ഐ മീൻ അവർ ഏറ്റവും നന്നായിട്ട് പൊതുസമൂഹം കണ്ടതുകൊണ്ട് അവർക്ക് അവിടെ പുരോഗതി ഉണ്ടായി. നമ്മളിവിടെ ഈ തൊഴിൽ ചെയ്യുന്നവരെ വന്നിട്ട് ദേ ആർ സപ്പോസ് ടു ബി ബ്രാക്കറ്റഡ് ഇൻ ദി ബാക്ക്വേർഡ് ക്ലാസ്. അതൊക്കെ സമൂഹത്തിൽ മാറ്റപ്പെടേണ്ട വിഷയങ്ങളാണ്. ഇനി ഇവരുടെ ബ്രാഹ്മണ്യത്തെ പറ്റി, ഈ വിശ്വകർമ്മജരുടെ ബ്രാഹ്മണ്യത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ വിദ്യാസാഗർ ഗുരുമൂർത്തി ഒരു പരാമർശം നടത്തിയിരുന്നു. വിശ്വകർമ്മജർ ഇപ്പോൾ അവർ സ്വയം അഭിമാനത്തോടുകൂടി ബ്രാഹ്മണരായി സ്വയം പ്രഖ്യാപിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞു. അതൊരു വിവാദമോ വിമർശനമോ ഒന്നും ആക്കേണ്ട കാര്യമുള്ളതല്ല. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞു. പക്ഷേ വിശ്വകർമ്മ സംഘടനകളൊക്കെ അതിനെ ശക്തമായി പ്രതിഷേധിച്ചു, അവരതിനെ വിമർശിച്ചു ഒക്കെ ചെയ്തു. ഞാൻ ആ വിഷയത്തെക്കുറിച്ച് പറയാൻ വന്നതല്ല. വിശ്വകർമ്മജരുടെ ബ്രാഹ്മണ്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ എന്താണ് ബ്രാഹ്മണ്യം, എന്താണ് വാട്ട് ഈസ് ബ്രാഹ്മണ്യം? ബ്രഹ്മാവിനെ അറിഞ്ഞ, അല്ലേ? വാട്ട് ഈസ് ബ്രഹ്മ? ബ്രഹ്മ മീൻസ് ക്രിയേഷൻ, സൃഷ്ടി. ഈ സൃഷ്ടികൾ ചെയ്തത് വിശ്വകർമ്മജനല്ലേ. ആ സൃഷ്ടികൾ ചെയ്യാനായിട്ടുള്ള അറിവ് എങ്ങനെ അവനുണ്ടായി, അതിനെക്കുറിച്ച് ബൃഹത് സംഹിതയിൽ പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്: വാസ്തുശാസ്ത്രം പ്രവക്ഷ്യാമി ലോകാനാം ഹിതകാമ്യഃ. വാസ്തുശാസ്ത്രം ലോകത്തിൻ്റെ ഹിതത്തിനായി, ലോകത്തിൻ്റെ നന്മയ്ക്കായി വാസ്തുശാസ്ത്രം ഞാൻ നിനക്ക് ഉപദേശിച്ചു തന്നിരിക്കുന്നു. ഈ വിശ്വകർമ്മജരുടെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഈ ഗുരുകുല സമ്പ്രദായം എന്ന് പറഞ്ഞൊരെണ്ണമില്ല. ഇപ്പോൾ ഭാരതത്തിൻ്റെ ഈ അറിവുകൾ പകർന്നു വന്ന ഒരു ചരിത്രം നോക്കിയാൽ ഗുരുകുല സമ്പ്രദായത്തിലാണ് അർജുനനും യുധിഷ്ഠിരനും ഒക്കെ അവരുടെ വിദ്യകൾ ഗുരുമുഖത്ത് നിന്ന് പഠിച്ചത്. എന്നാൽ
ആ ഒരു പരമ്പര, ആ ഒരു ചരിത്രം ഇങ്ങ് നമ്മുടെ തിരുവിതാംകൂർ രാജാക്കന്മാർ വരയ്ക്കുള്ളവരെ കാണാൻ പറ്റും. അവരെല്ലാം പഠനം ഗുരുകുലത്തിൽ കൂടെയാണ് നടത്തി വന്നത്. പക്ഷേ വിശ്വകർമ്മജർ അത്തരത്തിലൊരു പഠനത്തിൽ കൂടെയല്ല, അവർ ജന്മത്തിൽ കൂടെയാണ്. ഏറെ ജന്മങ്ങൾ എടുത്തതിന് ശേഷമാണ് വിശ്വകർമ്മജനായി ജനിക്കുന്നതെന്നും ആ ജന്മജന്മാന്തരങ്ങളിലെ അറിവ് ശേഖരിച്ചാണ് അവൻ ആ നിർമ്മിതികൾ ചെയ്തതെന്നും ഒക്കെ പറയപ്പെടുന്നു. വിശ്വകർമ്മജനായി ജനിക്കുന്ന കുട്ടികൾ പണ്ട് കാലത്ത് തന്നെ ഒരു 8 വയസ്സ് ഒരു ആയുധം കയ്യിലെടുക്കാനായി അവന് പ്രാപ്തിയായി കഴിഞ്ഞാൽ അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പുറപ്പെടും. അച്ഛൻ്റെ കൂടെയോ അമ്മാവന്മാരുടെ കൂടെയോ കുറച്ച് ദിവസം എടുത്ത് പണിഞ്ഞിട്ട് പിന്നെ സ്വന്തമായി പണിയാനിറങ്ങും. ഇവൻ ആവശ്യമായിട്ടുള്ള അറിവുകൾ, അതിനെക്കുറിച്ച് വരാഹമിഹിരൻ പറഞ്ഞിരിക്കുന്നത്, ഏതൊരു വിശ്വകർമ്മജൻ അവന് പണിയാനായിട്ടുള്ള ആയുധം കയ്യിലെടുത്ത് പണിയാനായിരിക്കുമ്പോൾ ആ പണിക്ക് ആവശ്യമായ അറിവും അളവും താളാത്മകമായി സാരി ഗമ പധനിസ എന്ന സപ്തസ്വരങ്ങളിൽ കൂടെ മ്യൂസിക്കൽ നോട്ട്സായി അവൻ്റെ ശിരകളിലും അവൻ്റെ കൈകളിലേക്കും എത്തും എന്ന് പറയപ്പെടുന്നു. അതുകൊണ്ടാണ് ഈ 5 വിഭാഗം വിശ്വകർമ്മജരും ഈ അടുത്ത കാലം വരയ്ക്കും അവർ ട്രേഡ് മാരേജസ് നടത്തിയിരുന്നില്ല. ആ ജനറ്റിക് പ്യൂരിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിനാണ് ആ ഇരുമ്പ് പണി ചെയ്യുന്നവരിലേക്ക് മാത്രമേ പെൺകുട്ടികളെ ആൺകുട്ടികളെ വിവാഹം കഴിപ്പിക്കുകയുള്ളായിരുന്നുള്ളൂ ഈ അടുത്ത കാലം വരയ്ക്കും. ഇപ്പോൾ ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷം ആധുനിക വിദ്യാഭ്യാസമൊക്കെ വന്നപ്പോൾ എഞ്ചിനീയറിംഗ് ഒക്കെ വന്നിട്ട് സാർവത്രികമായി. അതോടുകൂടി ഇവരുടെ പ്രസക്തി പതുക്കെ നഷ്ടപ്പെട്ടു. പക്ഷേ അത് അങ്ങനെ നഷ്ടപ്പെടുന്നത് മൂലം ഇപ്പം ജനാധിപത്യ ഭരണ സംവിധാനം വന്നപ്പോൾ മാറി വന്ന സർക്കാരുകളൊക്കെ ഇവരുടെ ഈ ആവശ്യങ്ങളോ ഇവരുടെ ഈ പ്രത്യേകതകളോ മനസ്സിലാക്കാതെ ഈ ഒരു ട്രേഡ്സ് ക്ലാസ്സിനെ പൂർണ്ണമായിട്ടും അങ്ങ് അവഗണിച്ചു. ഇവരുടെ കുട്ടികൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ കുട്ടികളെ 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ സ്കൂളുകൾ ഇരുത്തി അക്ഷരാഭ്യാസം, ഇവരുടെ ലാംഗ്വേജ് വന്നിട്ട് ജോമെട്രിയാണ്. ഈ വിശ്വകർമ്മജരുടെ മാട്രിമോണിയൽ സൈറ്റ്സ് പരിശോധിച്ച് കഴിഞ്ഞാൽ അതറിയാൻ പറ്റും. പെൺകുട്ടികൾ വളരെ ഭംഗിയായി ഹയർ എഡ്യൂക്കേഷനിൽ ഏറ്റവും നല്ല തിളങ്ങുന്നവരാണ് വിശ്വകർമ്മ പെൺകുട്ടികൾ. ബട്ട് ആൺകുട്ടികളെ നോക്കിക്കഴിഞ്ഞാൽ ഹയർ ഡിഗ്രീസിലോട്ട് പോയവർ വളരെ കുറവാണ്. എഞ്ചിനീയറിംഗിലേക്കൊക്കെ പോകാൻ അവർക്ക് വളരെ പരിമിതികളുണ്ട് ബിക്കോസ് ഓഫ് ദെയർ ഫിനാൻഷ്യൽ ബാക്ക്വേർഡ്നെസ്. ഞാൻ നേരത്തെ പറഞ്ഞ അവഗണന മൂലം സംഭവിച്ചത്. മറ്റു മേഖലകളിൽ അവരധികം പോകാറില്ല. ദാറ്റ്സ് ബിക്കോസ് ദെയർ നാച്ചുറൽ ലാംഗ്വേജ് ഇസ് ജോമെട്രി. വരയും കുറിയൊക്കെയാണ് അവരുടെ ഭാഷ. ആൻഡ് ദേ വിൽ എക്സൽ ഇൻ ദാറ്റ്. പണ്ട് മഹാരാജാക്കന്മാർ അത് തിരിച്ചറിഞ്ഞിട്ട് ഇവരെ സ്റ്റേറ്റ് പ്രോപ്പർട്ടി ആയിട്ട് കണ്ട് പ്രൊട്ടക്ട് ചെയ്തിരുന്നു. അതുകൊണ്ടാണ് ഒരു സംഘടിത ശക്തിയായി ഇവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അവർ ആരുടെയും മുമ്പിൽ ചെന്ന് തല കുനിച്ചൊന്നും നിൽക്കാറില്ല. ലേശം അഹങ്കാരികളുമാണ്. അത് ഈ പരമ്പരകളായി they were protected by the kingdoms. രാജപരമ്പരകളാൽ സംരക്ഷിക്കപ്പെട്ടതും ആദരിക്കപ്പെട്ടിരുന്നവരുമാണ്. ഇവർക്ക് സ്റ്റേറ്റ് പദവികളും ഒക്കെ ഉണ്ടായിരുന്നു. ഇവർക്ക് ആവശ്യമായിട്ടുള്ള വസ്തുവകകളൊക്കെ ഒഴിവായിട്ട് രാജാക്കന്മാർ കൊടുക്കുമായിരുന്നു. കാരണം ആയുധം ഉണ്ടാക്കാൻ അറിയുന്നവന് ഒരു രാജാവും പുറത്തു വിടില്ലല്ലോ. പുറത്തു പോയാൽ അവൻ വേറെ ആയുധം ഉണ്ടാക്കി വേറെ ആൾ കൊണ്ടുപോയാൽ ഇവൻ്റെ അതോറിറ്റി ക്വസ്റ്റ്യൻ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഒരു രാജാവും അവൻ്റെ സ്റ്റേറ്റിലെ വിശ്വകർമ്മജരെ വിട്ടുകളയില്ല. they were protected. ആ പ്രൊട്ടക്ഷൻ വന്നിട്ട് ദേ ലോസ്റ്റ് വിത്ത് ഇൻഡിപെൻഡൻസ്. ഇന്ത്യ ഇൻഡിപെൻഡൻസ് ആയപ്പോഴത്തേക്കും ദേ ലോസ്റ്റ് ദാറ്റ് പരിഗണന. ഇപ്പോൾ ഈ യഥാർത്ഥത്തിൽ വേണ്ടത് ഇപ്പോൾ ജപ്പാനിൽ അവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ആ ട്രേഡിനെ, ആ പൗരാണികമായിട്ടുള്ള ആ ശില്പ അല്ലെങ്കിൽ കരവിരുതിനെ ആധുനികവൽക്കരിച്ചാണ് ടെക്നോളജിക്കൽ മേഖലയിൽ ജപ്പാൻ എന്ന നമ്പർ 1 ആയത്. We too have that capacity. ഇന്ത്യയിലെ വിശ്വകർമ്മജരെ സംരക്ഷിക്കണം. ഈ ഒരു കാര്യം ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്ക് കൃത്യമായ ധാരണയുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം ഭരണത്തിലേറിയതിനു ശേഷം ഏറ്റവും അധികം പരിഗണന നൽകുന്നത് വിശ്വകർമ്മജർക്കാണ്. വിശ്വകർമ്മ യോജന എന്ന ബൃഹത്തായ പദ്ധതി അദ്ദേഹം നൽകി. അതുപോലെ സ്റ്റേറ്റിലും ഇവരെ പരിഗണിച്ച് ഇന്ത്യയിൽ ആദ്യത്തെ വാഹനം ഉണ്ടാക്കിയതും വിശ്വകർമ്മജരായ ബ്ലാക്ക് സ്മിത്ത് വിഭാഗത്തിൽപ്പെട്ടവരാണ്. ട്രിവാൻഡ്രത്ത് ഉണ്ടാക്കിയ അറ്റ്ലാന്റ സ്കൂട്ടർ, അതിനെക്കുറിച്ചൊക്കെ ഞാൻ അല്ലെങ്കിൽ പൊതുസമൂഹത്തിൽ അതിനെക്കുറിച്ചൊക്കെ ധാരാളം അറിവുകൾ ഇന്ന് ലഭ്യമാണ്. അറ്റ്ലാന്റ സ്കൂട്ടർ സാധ്യമായത് വിശ്വകർമ്മജരുടെ അറിവ് കൊണ്ടാണ്. ഈവൻ ആ പിസ്റ്റൺ കാസ്റ്റിങ്ങും അതിൻ്റെ ഹാർഡ്നെസ്സും ഗിയർ വീൽസിൻ്റെ ഒക്കെ ഹാർഡ്നെസ്സും ഒക്കെ ചെയ്തത് ആ ട്രഡീഷണൽ നോളജ് ഉപയോഗിച്ച് ചെയ്തതാണ് 1960s. ദാറ്റ് മാജിക് ക്യാൻ ബി റിപ്പീറ്റഡ്. ഇവരെ പരിഗണിച്ച് ഇവർക്ക് വേണ്ടുന്ന എന്താണ് ഇവരുടെ ആ നാച്ചുറൽ എഞ്ചിനീയറിംഗ് സ്കില്ല് പരിഗണിച്ച് ഇവർക്ക് ആവശ്യമായിട്ടുള്ള ട്രേഡ് സ്കൂളുകൾ, ഇവർക്ക് ആവശ്യമായിട്ടുള്ള ആർട്ടിസൺ വില്ലേജുകൾ നിർമ്മിച്ച് അവരെ കൊണ്ട് നിർമ്മിതികൾ ചെയ്യിക്കാനായിട്ടുള്ള ആധുനിക യന്ത്രങ്ങളിൽ കൂടെയുള്ള അറിവുകളൊക്കെ ഇവർക്ക് വീണ്ടും കൊടുത്തു കഴിഞ്ഞാൽ they can repeat that magic.
അവർ മുമ്പ് എങ്ങനെയാണോ ഭാരതത്തിൻ്റെ പരമവൈഭവത്തിലേക്ക് എത്തിയത്, എങ്ങനെയാണോ ഭാരതത്തിൻ്റെ സാംസ്കാരിക അടിത്തറയ്ക്ക് അവർ രൂപം കൊടുത്തത്, ഭാരതത്തിൻ്റെ സംസ്കാരം തന്നെ രൂപം കൊടുത്തതിൽ പ്രധാന പങ്ക് വഹിച്ചവരാണ് വിശ്വകർമ്മജർ. ഭാരതത്തിൻ്റെ സംസ്കാരത്തിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം നാഗരികതയാണ്. ആ നാഗരികതയ്ക്ക് ആരാണ് രൂപം കൊടുത്തത്? അവരാണ് ഭാരത സംസ്കാരത്തിന് അടിത്തറ പണിതവർ. ആ ഒരു സമൂഹത്തെ വീണ്ടും പ്രസക്തരാക്കി നിർത്താനായിട്ടുള്ള ഒരു ആവശ്യത്തിൻ്റെ തുടക്കമാണ് ഈ വിശ്വകർമ്മ ദിനം അവധിയാക്കിക്കൊണ്ടും ആ സമൂഹത്തെ വീണ്ടും പരിഗണിക്കണമെന്ന ആവശ്യം. നന്ദി, നമസ്കാരം.